ഹായ് സ്റ്റുഡൻസ്, സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജി ചാപ്റ്റർ 1 ലൈഫ് പ്രോസസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കണം അതെന്ന് നോക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ 4 പാർട്സാണ് പഠിക്കാനുള്ളത്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇത് ഭയങ്കര ഷോർട്ടായിട്ട് CBSE അതേപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോണേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എന്താണ് ലൈഫ് പ്രോസസ്? ലൈഫ് പ്രോസസ് നമ്മുടെ ചാപ്റ്റർ നെയിം തന്നെയാണ് ലൈഫ് പ്രോസസ്. എന്താണ് ഈ ലൈഫ് പ്രോസസ് നോക്കാം. ലൈഫ് പ്രോസസ് എന്ന് വെച്ചാൽ ഓൾ ദ ബേസിക് ആൻഡ് എസെൻഷ്യൽ ആക്ടിവിറ്റീസ് performed by a living organism, all the basic and essential activities performed by a living organism to sustain and maintain life. നമ്മുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഓർഗാനിസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണ് എന്ത് ലൈഫ് പ്രോസസ്സ്. ഫോർ ലൈഫ് പ്രോസസ്സസ്, 4 ലൈഫ് പ്രോസസ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ. ഈ 4 പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ പോണത്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കിയല്ല വാട്ട് ഇസ് ലൈഫ് പ്രോസസ് എന്ന് മനസ്സിലാക്കിയല്ല. ഇനി അടുത്താണ് ഫസ്റ്റ് ടോപ്പിക്, ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, എന്താണ് ന്യൂട്രീഷൻ നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഇസ് കോൾഡ് ന്യൂട്രീഷൻ. ഒരു ഓർഗാനിസം അതിന്റെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നതും അതിനെ യൂട്ടിലൈസ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷൻ തന്നെ കുറച്ച് ടൈപ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. അപ്പൊ ന്യൂട്രീഷൻ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. ദ പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ് ഇസ് കോൾഡ് ന്യൂട്രീഷൻ. ടെക്സ്റ്റ് നോക്കി അതിനനുസരിച്ച് നോക്കി പോകാം. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ പോയിന്റ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻ മനസ്സിലായിരിക്കണം. ഒന്നുമില്ല, ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസം ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുക, അതിനെ യൂട്ടിലൈസ് ചെയ്യണ ആ ഒരു പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇനി കമ്പോണൻസ് ഓഫ് ഫുഡ് എന്താണെന്ന് അങ്ങനൊന്നും ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫുഡിന്റെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉണ്ട്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ആണ്. ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ ടൈപ്സ് ഏതൊക്കെയാന്ന് ചോദിക്കുമ്പോൾ ഓട്ടോട്രോഫിക്കും ഉണ്ട്, ഹെട്രോട്രോഫിക്കും ഉണ്ട്. എന്താണ് ഈ ഓട്ടോട്രോഫിക്, എന്താണ് ഈ ഹെട്രോട്രോഫിക് നോക്കാം. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ് ഇസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് യൂസിങ് സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ഇതൊരു ന്യൂട്രീഷണൽ പ്രോസസ് തന്നെയാണ്. ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഇൻ വിച്ച് ഓർഗാനിസംസ് അവർ സ്വന്തം അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഈ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഇതെല്ലാം ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. ആ ഒരു പ്രസൻസിൽ വെച്ച് ഈ സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ആയ കാർബൺ ഡയോക്സൈഡ് ആയ വാട്ടറും കൊണ്ട് സ്വന്തം ഫുഡ് ഉണ്ടാക്കണേനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്. നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലാന്റ്സിലൊക്കെ അവർ സ്വന്തമാണ് ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം. ഓക്കെ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ മനസ്സിലായല്ലോ. എന്ത് ഓർഗാനിസം സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്, ആൽഗെ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അടുത്താണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻസ് ഓഫ് 2 ടൈപ്സ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷന്റെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ച് ആ ഒരു ഡെഫിനിഷൻ വായിച്ചാൽ തന്നെ നമുക്ക് എന്തായാലും മനസ്സിലാവും എന്ത് സംഭവം എന്ന്. ഇനി ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ കീമോസിന്തസിനെയും ഫോട്ടോസിന്തസിനെയും പറ്റി പഠിക്കാം. എന്താണ് കീമോസിന്തസിസ്? കീമോസിന്തസിസ് പിന്നെ നമുക്ക് കേട്ടിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഫോട്ടോസിന്തസിസ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടു വരുന്നതാണ്. പണ്ട് തൊട്ടേ എന്ന് പറയുമ്പോൾ 7th-ലും 6th-ലും 8th-ലും 9th-ലും എല്ലാം അത് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ എന്നാലും ആർക്കും ഓർമ്മയുണ്ടാവൂല. ഫോട്ടോസിന്തസിന്റെ കറക്റ്റ് എക്സാമ്പിൾ, കറക്റ്റ് ഡെഫിനിഷനും ഇതിന്റെ കറക്റ്റ് പോയിന്റ്സ് എന്താന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താണ് കീമോസിന്തസിസ്? നമ്മ ന്യൂട്രീഷൻ എന്താന്ന് പഠിച്ച്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്താണെന്ന് പഠിച്ചത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഓർഗാനിസം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അതുകൊണ്ട് ഫുഡ് സ്വന്തം ഉണ്ടാക്കണേനെയാണ് എന്ത് പറയുന്നത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ്. ഇനി ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? കീമോസിന്തസിസും ഫോട്ടോസിന്തസിസും. സോ എന്താണ് കീമോസിന്തസിസ്? A type of autotrophic nutrition in which organisms prepare their own food by utilizing chemical energy. So autotrophic nutrition in which organisms prepare their own food. ഈ ഒരു കേസിൽ അവർ സ്വന്തമാണ് പ്രിപ്പയർ ചെയ്യണേ, പക്ഷെ ബൈ യൂട്ടിലൈസിങ് കെമിക്കൽ എനർജി. അവർ കെമിക്കൽ എനർജി യൂട്ടിലൈസ് ചെയ്താണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പർപ്പിൾ സൾഫർ ബാക്ടീരിയ. അടുത്താണ് ഫോട്ടോസിന്തസിസ്.
എ ടൈപ്പ് ഓഫ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ വിച്ച് ഓർഗാനിസംസ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ യൂട്ടിലൈസിങ് ലൈറ്റ് എനർജി. സോ കീമോസിന്തസിസ് എന്താണെന്ന് മനസ്സിലായല്ല, സെയിം സാധനം. എന്ത് ന്യൂട്രീഷൻ നമ്മ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്നാണ് പഠിച്ചത്. അതിൽ പറയുന്നത് അവർ സ്വന്തം ഉണ്ടാക്കുന്നല്ലേ. കീമോസിന്തസിസിലും ഫുഡ് സ്വന്തം തന്നെ ഉണ്ടാക്കണേ, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അല്ലെ ബൈ യൂട്ടിലൈസിങ് കെമിക്കൽ എനർജി. അത്രയുള്ളൂ കീമോസിന്തസിസ്. ഇനി കീമോസിന്തസിസ് പോലെ തന്നെ ഫോട്ടോസിന്തസിസ് ഉണ്ട്. A type of phototrophic nutrition in which organisms prepare their own food by utilizing light energy. മറ്റേ കീമോസിന്തസിസിൽ കെമിക്കൽ എനർജി ആണെന്ന്. ഇതിൽ സെയിം ഡെഫിനിഷൻ തന്നെ, പക്ഷേ ഇതിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സ്, സൈനോബാക്ടീരിയ, ആൽഗെ, യൂഗ്ലീന എക്സെട്ര. ഇനി അപ്പൊ നമ്മൾ ഓട്ടോട്രോഫിക് എന്നാന്ന് പഠിച്ച്, ഇനി ടൈപ്സ് പഠിച്ച്. 2 ടൈപ്സ് ഉണ്ട്, കീമോസിന്തസിസും ഫോട്ടോസിന്തസിസും ഉണ്ട്, അതും പഠിച്ച്. ഇനി അടുത്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. എന്താണ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയാണ്. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസംസ്, പ്ലാന്റ്സ് ഓർ ആനിമൽസ്, പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും, ഫോർ ദെയർ ഫുഡ് ബിക്കോസ് ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സോ ഇതൊരു ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഇൻ വിച്ച് ഈ ഒരു ഓർഗാനിസത്തിന് അവർക്ക് അവരുടെ സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ അവർ വേറെ ഓർഗാനിസത്തിന്, ലൈക് പ്ലാന്റ്സ് ആയാലും അനിമൽസ് ആയാലും, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ന്യൂട്രീഷൻ പ്രോസസ് നടക്കുന്നത് ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതെന്തുകൊണ്ടാ? ബിക്കോസ് ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എക്സാമ്പിൾ ഓൾ അനിമൽസ്. ഏതെങ്കിലും അനിമൽ ഉണ്ടോ സ്വന്തം ഫുഡ് ഉണ്ടാക്കിയ എല്ലാ പ്രോസസ് സ്വന്തം ചെയ്യുന്ന ഏതെങ്കിലും ഒരു അനിമൽ ഉണ്ടോ? ഇല്ല. എല്ലാ അനിമൽസും ഹെറ്ററോട്രോഫിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും സ്വന്തം ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അവര് ഒന്നെങ്കിൽ വേറൊരു ലൈക്ക് ഒന്നീ ഒരു പ്ലാന്റ് കഴിക്കും, അല്ലെങ്കിൽ വേറൊരു ഓർഗാനിസത്തിന് ഒരു ഇപ്പൊ ലൈക്ക് നമ്മ ചിക്കൻ കഴിക്കണ പോലെ ഈ ആനിമൽസ് തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. സോ എല്ലാ ആനിമൽസും എന്താ ഹെറ്ററോട്രോഫിക് ആണ്. ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അവർ ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസം, പ്ലാന്റ്സ് ഓർ അനിമൽസ്. ഇനി ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷന്റെ വേണമെങ്കിൽ വേറൊരു ഡെഫിനിഷൻ തരാം. ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഇൻ വിച്ച് ഓർഗാനിസം ഡു നോട്ട് possess the ability to synthesize their own food. രണ്ടിലും മീനിങ് സെയിം ആണ്, രണ്ടും പറയുന്നത് സെയിം ആണ്. എന്ത് ഈ ഓട്ടോട്രോഫിക്കിന്റെ വെച്ച് കമ്പയർ ചെയ്യുന്ന ഹെറ്ററോട്രോഫിക്കിന് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല. ദേ ഡിപ്പെൻഡ് ഓൺ autotrophs for their food supply either directly or indirectly. സോ ഇവരെന്താണ് ഓട്ടോട്രോഫ്സ് സ്വന്തം ഫുഡ് പ്രിപ്പയർ ചെയ്യണതിന് ഒന്നുകിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ പഠിച്ചു. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സ്വന്തം ഉണ്ടാക്കും, ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചാൽ സ്വന്തം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ വേറെ ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ടൈപ്പ് ഓഫ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അപ്പൊ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമ്മ ടൈപ്സ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പൊ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനും ടൈപ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ് ടൈപ്സ്? ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്. അപ്പൊ ഈ ഹോളോസോയിക് എന്ന് വെച്ചാൽ എന്താ, സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ എന്താ, പാരസൈറ്റിക് എന്ന് വെച്ചാൽ എന്താ, നമുക്ക് നോക്കാം. ഹോളോസോയിക്, animals take in solid food which is broken down inside the body. This involves ingestion, digestion, absorption and assimilation. ഏത് ന്യൂട്രീഷൻ ആയാലും ഏത് ഓർഗാനിസം ആയാലും അവരുടെ ഫുഡ് ന്യൂട്രീഷന്റെ പ്രോസസ്സിൽ ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ഈ 4 പ്രോസസ് നടക്കണമെങ്കിൽ അത് ഹോളോസോയിക് ആണ്. ഫോർ എക്സാമ്പിൾ അനിമൽസ്, അമീബ, ഇവരൊക്കെ കേസിൽ നമ്മുടെ ഇപ്പൊ അനിമൽസും ഉണ്ട്. അപ്പൊ നമ്മുടെ കേസിൽ എങ്ങനെ ഇൻജക്ഷനും നടക്കണം, നമ്മ ഫുഡ് എടുക്കണമുണ്ട്, ഡൈജഷനും ആവുന്നുണ്ട്, ആ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബും ചെയ്യുന്നുണ്ട്, അസിമിലേഷൻ നടത്തുന്നുണ്ട്. ഇതാണ് ഹോളോസോയിക്. അപ്പൊ അനിമൽസ് ടേക്കിൻ സോൾഡ് ഫുഡ്, അനിമൽസ് സോൾഡ് ഫുഡ് കഴിക്കും ആൻഡ് വിച്ച് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻസൈഡ് ദ ബോഡി. ആൻഡ് ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നതെല്ലാം. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇത് ഈ എല്ലാ പ്രോസസ്സും ഉള്ള അനിമൽസിനെയാണ് ഹോളോസോയിക് അനിമൽസ് അല്ലെങ്കിൽ ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ള അനിമൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആരൊക്കെയാണ്? അമീബ പിന്നെ അനിമൽസ്. സാപ്രോഫൈറ്റിക് അടുത്താണ്. ഹോളോസോയിക് നമുക്ക് മനസ്സിലായി. ഹോളോസോയിക് എന്ന് വെച്ചാൽ ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ഈ 4 നടക്കുമോ എന്ന് നോക്കിയാൽ മതി. ആ നടക്കുന്ന ഏത് അനിമലായാലും അത് ഹോളോസോയിക് ന്യൂട്രീഷൻ നടക്കുന്ന അനിമലാണ്. ഇനി അടുത്താണ് സാപ്രോഫൈറ്റിക്. സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓർഗാനിസംസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചത്ത് കിടക്കണ ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററില്ലേ, അതിനൊക്കെയാണ് ഈ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ ഉള്ള അനിമൽസ് ആയാലും ഓർഗാനിസംസ് ആയാലും എന്തായാലും അവരുടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണേ. എക്സാമ്പിൾ ഫംഗൈ. അടുത്താണ് പാരസൈറ്റിക്. എന്താണ് പാരസൈറ്റിക്? പാരസൈറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് പാരസൈറ്റ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്.
ഓക്കെ, സോ പാരസൈറ്റ് എന്താന്നല്ല നമ്മ കേട്ടിട്ടുണ്ട്. പാരസൈറ്റ്സ് ലിവ്സ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് അനദർ ഓർഗാനിസം. പാരസൈറ്റ്സ് ഒന്നും ഈ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിന്റെ പുറത്താണ് ജീവിക്കണേ. ആൻഡ് ഡിറൈവ് ന്യൂട്രീഷൻ ഫ്രം ഇറ്റ്. എന്നിട്ട് അതിൽ നിന്നാണ് ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത്. എക്സാമ്പിൾ കസ്കൂട്ട, ടിക്സ്, ലീച്ച് എക്സ്ട്രാ. നമ്മൾ മൂന്നാർ അല്ലെ തണുപ്പുള്ള ഏരിയ അല്ല ടീ പ്ലാന്റേഷൻസ് ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അട്ടകൾ പിടിക്കും. അട്ടകളാണ് ലീച്ചസ്. ഈ ലീച്ച് പിടിക്കുമ്പോ അവരെന്താണ് നമ്മുടെ ബ്ലഡ് അത് സക്ക് ചെയ്തെടുക്കും. ഈ ലീച്ച് ഒരു പാരസൈറ്റ് ആണ്. കാരണം അവരെന്താ, അവരുടെ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി അവര് വേറൊരു ഓർഗാനിസം ഹോസ്റ്റ്, ഇപ്പൊ ഒരു അട്ട എന്നെ കടിക്കുകയാണെങ്കിൽ ഞാനാണ് അതിന്റെ ഒരു ഹോസ്റ്റ്. അപ്പൊ എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ന്യൂട്രീഷൻ എടുക്കണത്. അങ്ങനെ ആ ഒരു ഓർഗാനിസത്തിനെയാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പാരസൈറ്റിക് ന്യൂട്രീഷൻ. സോ 3 ന്യൂട്രീഷൻ പഠിച്ചു: ഹോളോസോയിക്, സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്. ഹോളോസോയിക്കില് ഇൻജെക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ. ഇത്ര നടക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. സെക്കൻഡ് വണ്ണില് സാപ്രോഫൈറ്റിക് ആണ്. ഡെഡ് ആൻഡ് ഡീക്കിങ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് ന്യൂട്രീഷൻ അവരിൽ നിന്ന് ഡിറൈവ് ചെയ്യണതിന് എന്തിനേയും സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ ഫംഗൈ. അടുത്താണ് പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബോഡിയുടെ പുറത്ത് ജീവിച്ച് നമ്മളെ ഒരു ഓർഗാനിസം അതിന്റെ ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത് ആണ് പാരസൈറ്റിക്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് PYQs നോക്കാം. ഇതിനെപ്പറ്റി ഏർലിയർ ഇയേഴ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ അമീബ ആൻഡ് മഷ്റൂം. കമന്റ് ചെയ്യും. നമ്മൾ ഇത്ര നേരം പഠിച്ചതില്ല എല്ലാത്തിലും ഉള്ളതാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. ഇതും നമ്മ പഠിച്ചാണ്. കമന്റ് ചെയ്യും. നിങ്ങൾ ടെക്സ്റ്റോ നോട്ടോ ഒന്നും നോക്കാണ്ട് നേരെ കമന്റ് ബോക്സിൽ തന്നെ ടൈപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് റീകോളിംഗ് കൂടിയാണ്, അതെന്തായാലും ഓർമ്മയും കിട്ടും. പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ 7th 8th നമ്മ ഫോട്ടോസിന്തസിനെ പറ്റി കുറെ പഠിച്ചിട്ടുള്ള. നമ്മൾ നേരത്തെ പഠിച്ച ഫോട്ടോസിന്തസിൽ ആകെ കുറച്ചുണ്ടായുള്ളൂ. അത്രേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നണ്ടായി. ഈ ക്ലാസ് 10 ആയിട്ട് 7th 8th ഇതിനേക്കാളും കൂടുതലുണ്ടായി. അങ്ങനെ പിന്നെ ക്ലാസ് 10 ഒക്കെ ആകുമ്പോൾ ഇതിനേക്കാളും കുറവെന്ന് തോന്നണ്ട. ഇതിലുണ്ട് കുറച്ച് പഠിക്കാൻ. അപ്പൊ തന്നെ ഫോട്ടോസിന്തസിസ് എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്യണം. ലൈക്ക് ഏത് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മൾ നേരത്തെ പഠിച്ചതെല്ലാം ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് ഇതിൽ നിന്നൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കും: ഇവന്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോ എങ്ങനെയൊക്കെയാണ് ഇവന്റ്സ് നടക്കണേ നോക്കാം. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോ തന്നെ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ ആണ് ലീവ്സിൽ അല്ലെങ്കിൽ പ്ലാന്റ്സിൽ ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഈ ക്ലോറോഫിൽ ആണ്. സോ ഫസ്റ്റ് പ്രോസസ് ആണ് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി ബൈ ക്ലോറോഫിൽ. സെക്കൻഡ് പോയിന്റ് ആണ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സോ ഈ ലൈറ്റ് എനർജി നമ്മൾ ക്ലോറോഫിൽ അബ്സോർബ് ചെയ്ത ലൈറ്റ് എനർജി എന്താണ് കെമിക്കൽ എനർജിയിലേക്ക് കൺവേർഷൻ നടക്കുകയാണ്. ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് അതിന്റെ കൂടെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഹൈഡ്രജനും ഓക്സിജനും ആക്കി സ്പ്ലിറ്റ് ആവുകയാണ്. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നോക്കാം. റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബൺ ഡയോക്സൈഡ് എന്താക്കി മാറ്റിയാണ്? കാർബോഹൈഡ്രേറ്റ്സ് ആക്കി മാറ്റിയാണ്. ആ 3 ഇവന്റ്സ് ആണ് നടക്കുന്നത്. ഈ ഇവന്റ്സ് എല്ലാം ഒരെണ്ണം കഴിയുമ്പോൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി നടക്കൂല. പക്ഷെ നല്ല ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ, ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ: ദീസ് സ്റ്റെപ്സ് നീഡ് നോട്ട് ടേക്ക് പ്ലേസ് വൺ ആഫ്റ്റർ ദ അതർ ഇമ്മീഡിയറ്റ്ലി. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത് ഇമ്മീഡിയറ്റ്ലി നടക്കൂല. ഫോർ എക്സാമ്പിൾ ഡെസേർട്ട് പ്ലാന്റ്സ് ടേക്ക് അപ്പ് കാർബൺ ഡയോക്സൈഡ് അറ്റ് നൈറ്റ്. ഡെസേർട്ട് പ്ലാന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് അവർ രാത്രി എടുക്കും ആൻഡ് പ്രിപ്പയർ ഇന്റർമീഡിയറ്റ് വിച്ച് ഇസ് ആക്റ്റഡ് അപ്പോൺ ബൈ ദ എനർജി അബ്സോർബ് ബൈ ദ ക്ലോറോഫിൽ. കണ്ട, ഇവർ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് എപ്പോഴാണ്? രാവിലെയും. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് എപ്പോഴാണ്? രാത്രിയുമാണ്. കണ്ട, നല്ല ഡിഫറൻസ് തന്നെയല്ലേ? ഡേ നൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സോ ഇതൊരു എക്സാമ്പിൾ ആണ്. എന്ത് ഇമ്മീഡിയറ്റ്ലി ഈ ഇവന്റ്സ് എല്ലാം നടക്കൂല എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഫോട്ടോസിന്തസിനെ പറ്റി ചോദിച്ചാൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇതേപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. സോ കാർബൺ ഡയോക്സൈഡും H2O വാട്ടറും ക്ലോറോഫിലും സൺലൈറ്റിന്റെ പ്രസൻസിൽ C6H12O6 ആയി മാറുകയാണ്. C6H12O6 എന്താ? അതാണ് ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ഫോട്ടോസിന്തസിന്റെ പ്രോസസ്സ്. ഈ ഒരു ഇക്വേഷൻ ഇതേപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് സിമ്പിൾ ആണ്. 6CO2 + 12H2O gives chlorophyll സൺലൈറ്റിന്റെ പ്രസൻസിൽ C6H12O6 + 6O2 + H2O. സോ കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ക്ലോറോഫിലിന്റെ സൺലൈറ്റിന്റെ പ്രസൻസ് വെച്ച് എന്താ ഗിവ് ചെയ്യണേ?
ഗ്ലൂക്കോസ് കൊടുക്കും, അതിന്റെ കൂടെ ഓക്സിജനും H2O എല്ലാം റിലീസ് ചെയ്യും. അപ്പൊ ഇതാണ് ഇവന്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഇതെല്ലാം ഇതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യണം, ഭയങ്കര ഈസിയുമാണ്. ഈ ഒരു ഡയഗ്രം കണ്ടില്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പൊ ഓഗസ്റ്റിലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊരു നവംബർ ഒക്കെ ആവുമ്പോ ഈ ഡയഗ്രാം, ഇപ്പൊ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയൊക്കെ നവംബർ ഒക്കെ ആവുമ്പോൾ ഈ ഡയഗ്രാംസ് എല്ലാം വരച്ചു പിടിക്കണം. മോഡൽസിനും ഈ ഡയഗ്രാംസ് എല്ലാം, മോഡൽസ് നിങ്ങൾക്ക് ബോർഡ് എക്സാം അറ്റൻഡ് ചെയ്യണവർ തന്നെ അറ്റൻഡ് ചെയ്യാം. മാക്സിമം എന്തോരം സ്കോർ ചെയ്യാൻ പറ്റും നോക്കാം. മോഡൽസിൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഒരു 95% അല്ലെങ്കിൽ 90% ഇട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ എന്തായാലും ഒരു 93-94% ഉറപ്പാണ്. സോ മാക്സിമം 90% കൂടുതലെങ്കിലും മോഡൽ എക്സാമിന് വാങ്ങിക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മ ഫോട്ടോസിന്തസിസില് ഓക്സിജന്റെ കാര്യം പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞു, ഇത് എല്ലാത്തിനും കാര്യം പറഞ്ഞു. ഇതെല്ലാം പ്ലാന്റ്സിന് എങ്ങനെ കിട്ടണേ, അതാണ് നമ്മൾ ഇനി പഠിക്കണേ. സ്റ്റൊമാറ്റ. എന്താണ് സ്റ്റൊമാറ്റ? ലെറ്റ്സ് ലുക്ക്. നൗ ലെറ്റ് us study how the plants obtain carbon dioxide. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യണം നോക്കാം. The tiny pores present on the surface of the leaves. So സ്റ്റൊമാറ്റ എന്താന്ന് വെച്ചാൽ ലീവ്സിന്റെ സർഫസിൽ പ്രസന്റ് ആയ ടൈനി പോഴ്സ് ആണ് സ്റ്റൊമാറ്റ. Massive amounts of gaseous exchange takes place in the leaves through these pores for the purpose of photosynthesis. So photosynthesisന്റെ purpose-ന് വേണ്ടി മാസീവ് amount of gaseous exchange, ഭയങ്കര amount ആയിട്ട് gaseous exchange നടക്കാറുണ്ട്. But it is important to note here that the exchange of gases occurs across the surface of the stems, roots and leaves. So ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് സ്റ്റെംസിന്റെ കേസിലായാലും റൂട്ട്സിന്റെ കേസിലായാലും ലീവ്സിന്റെ കേസിലായാലും ഇതെല്ലാം നടക്കാറുണ്ട്. Since large amounts of water can also be lost through the stomata, the plant closes the pores when it does not need carbon dioxide for photosynthesis. So നമുക്കറിയാം പ്ലാന്റ്സിന്റെ ലീവ്സിന്റെ സർഫസിലുള്ള ടൈനി പോഴ്സ് ആണ് എന്ത്, സ്റ്റൊമാറ്റ. ഈ വാട്ടർ അതിൽ കൂടെ ലോസ് ആവാണ്ടിരിക്കാനായിട്ട് ഈ സ്റ്റൊമാറ്റാസ് ക്ലോസ് ചെയ്യും. അതെങ്ങനെ നടക്കാൻ നോക്കാം. The opening and closing of pore is function of the guard cells. So ഈ സ്റ്റൊമാറ്റാസ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും ഇതെല്ലാം ആരുടെ പർപ്പസാ, ഇതെല്ലാം ആരുടെ ഫംഗ്ഷനാ, ഇതെല്ലാം ഗാർഡ് സെൽസിന്റെ ഫംഗ്ഷനാണ്. The guard cells swell when water flows into them. So ഗാർഡ് സെൽസ് എന്ത് ചെയ്യും, വീർക്കും. when അവരിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യുമ്പോ ഗാർഡ് സെൽസ് വീർക്കും, causing the stomatal pore to open. അതുകൊണ്ട് എന്താ, സ്റ്റൊമാറ്റയുടെ പോറ് ഓപ്പൺ ആവും. Similarly, the pore closes if the guard cells shrink. അതുപോലെ തന്നെ ഗാർഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ചുരുങ്ങിയാണ്. ആ ടൈമില് ഇതെന്താ, ഗാർഡ് സെൽസ് ക്ലോസ് ചെയ്യും. ഇതാണ് ഓപ്പൺ സ്റ്റൊമാറ്റയും ക്ലോസ് സ്റ്റൊമാറ്റയും. സോ ഈ ഗാർഡ് സെൽസ് കണ്ട, ഈ ഗാർഡ് സെൽസ് ആണ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നോക്കാം എന്താണ് സ്റ്റൊമാറ്റ എന്ന്. സോ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ഈ പോഴ്സ് പ്രസന്റ് ഇൻ ദ സർഫസ് ഓഫ് ലീവ്സ് ആണ് സ്റ്റൊമാറ്റ. ഈ സ്റ്റൊമാറ്റയിലൂടെയാണ് കുറെ ഗേഷ്യസ് എക്സ്ചേഞ്ച് എല്ലാം നടക്കണേ. ഫോട്ടോസിന്തസിന് വേണ്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാം പ്ലാന്റ്സിന് കിട്ടുന്നത് എങ്ങനെയാണ്, സ്റ്റൊമാറ്റയിലൂടെയാണ്. ഈ സ്റ്റൊമാറ്റയിലൂടെ വാട്ടർ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ, ഇത് ക്ലോസിങ് ഓപ്പണിങ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലോസിങ് ഓപ്പണിങ് ഒക്കെ ചെയ്യുന്ന ഗാർഡ് സെൽസ് ആണ്. ഈ ഗാർഡ് സെൽസ് ആണ് ഇതെല്ലാം ക്ലോസിങ് ഓപ്പണിങ് എല്ലാം ചെയ്യുന്നത്. ഗാർഡ് സെൽസിലേക്ക് വെള്ളം വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, സ്വെല്ലാവും. അങ്ങനെ അത് ഓപ്പൺ ആക്കാൻ കോസ് ചെയ്യും. ആൻഡ് ഗാർഡ് സെൽസിൽ നിന്ന് വാട്ടർ പോകുമ്പോ ഇത് ഷ്രിങ്ക് ആവും. അപ്പൊ ഇതെന്താവും, ക്ലോസ് ആവും. The guard cells swell when water flows into them, causing the stomatal pore to open. Similarly, the pore closes if the guard cells shrink. ഇത്രയുള്ളൂ ഇതിൽ പഠിക്കാൻ. സ്റ്റൊമാറ്റേനെയും പറ്റിയും നമ്മൾ പഠിച്ചു. സോ ഹൗ ഡു ഓർഗാനിസം ഒപ്റ്റെയിൻ ദെയർ ന്യൂട്രീഷൻ. ഇനി ഓർഗാനിസംസ് അവരുടെ ന്യൂട്രീഷൻ ഒപ്റ്റെയിൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ആദ്യം തന്നെ അമീബയുടെ കേസ് നോക്കാം. സോ നമ്മൾ ന്യൂട്രീഷൻ പഠിച്ചറിഞ്ഞ് ഇത് ഓട്ടോട്രോഫിക് ഉണ്ട്, ഹെറ്ററോട്രോഫിക് ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അമീബ. ഇത് ഫോർ ഷുവർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. The different processes involved in holozoic nutrition in amoeba are ingestion, digestion, absorption, assimilation, egestion. So നമ്മൾ പഠിച്ചതാണ് ഹോളോസോയിക് അമീബ ഒരു ഹോളോസോയിക് ന്യൂട്രീഷൻ ഉള്ള ഓർഗാനിസം ആണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദോസ് ന്യൂട്രീഷൻ വിച്ച് ഇൻവോൾവ് ഇൻജക്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ ഇതെല്ലാം ഇൻവോൾവ് ചെയ്യണ ന്യൂട്രീഷൻ ആണ് എന്ത് പറയണേ, ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയണേ.
സോ അമീബ ഒരു ഹോളോസൈറ്റ് ന്യൂട്രീഷൻ ഉള്ള ഒരു ഓർഗാനിസം ആണ്. അതുകൊണ്ട് ഇതിൽ ഉള്ള പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻജക്ഷൻ. എന്താണ് ഇൻജക്ഷൻ നോക്കാം. ഇൻജക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ദ ഫുഡ് ഇൻ ടു ദ ബോഡി either by swallowing or absorbing it. അപ്പൊ ഫുഡ് ബോഡിയിലേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇനി അമീബയുടെ കേസിൽ അമീബ pushes out the pseudopodia to encircle the food and engulfs it, forming a food vacuum. സോ അമീബ എന്താണെന്ന് വെച്ചാൽ അതിന്റെ അകത്തുള്ള സ്യൂഡോപോഡിയനെ പുഷ് ചെയ്യും. ആ സ്യൂഡോപോഡിയ എന്നിട്ട് അതിനെ ചുറ്റും എന്നിട്ടാണ് എൻഗൾഫ് ചെയ്യണേ. മനസ്സിലായില്ലല്ലോ, കാണിച്ചുതരാം. സോ നോക്കൂ, ഇതാണ് നമ്മുടെ അമീബ, ഇതാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ. ഈ അമീബ ഫുഡ് പാർട്ടിക്കിളിനെ കാണുമ്പോൾ അതിന്റെ സ്യൂഡോപോഡിയ എന്ത് ചെയ്യും, സ്യൂഡോപോഡിയ അത് ആ ഫുഡ് പാർട്ടിക്കിളിനെ എൻസർക്കിൾ ചെയ്തിട്ട് അതെന്തായി മാറും, ഫുഡ് വാക്യൂളായി മാറും. അവിടെയാണ് ബാക്കി പ്രോസസ് എല്ലാം നടക്കണേ. ഇപ്പൊ എങ്ങനെ ഫുഡ് എടുക്കണമെന്ന് മനസ്സിലായല്ല. ഇതാണ് അമീബ, ഇതാണ് ഫുഡ് കാണുമ്പോൾ അമീബ എന്ത് ചെയ്യും, സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്യൂഡോപോഡിയ ഇതിനെ എൻസർക്കിൾ ചെയ്യും. ആ സ്യൂഡോപോഡിയ എന്നിട്ട് എന്തായി മാറും, ഫുഡ് വാക്യൂളായി മാറും. നമുക്ക് ഒരാശയം നോക്കാം. Amoeba pushes out the pseudopodia to encircle the food and engulfs it, forming a food vacuole. എന്നിട്ട് അതൊരു ഫുഡ് വാക്യൂളായി മാറും. ദിസ് പ്രോസസ് നോൺ ആസ് ഫാഗോസൈറ്റിസ്. ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ഫാഗോസൈറ്റിസ്. വാട്ട് ഇസ് ഫാഗോസൈറ്റിസ്? എന്ത്, അമീബ ഫുഡ് കാണുമ്പോൾ ഫുഡ് അബ്സോർബ് ചെയ്യാൻ, ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ എൻസർക്കിൾ ചെയ്ത് ഫുഡ് വാക്യൂളാക്കി മാറ്റി. ആ ഒരു പ്രോസസ്സിനാണ് ഫാഗോസൈറ്റിസ് എന്ന് പറയുന്നത്. Digestion is the process of breaking the insoluble and large food molecules into soluble and minute molecules. So digestion എന്താ? Digestion എന്ന് വെച്ചാൽ ഇൻസൊല്യൂബിൾ ആൻഡ് ലാർജ് ഫുഡ് മോളിക്യൂൾസിനെ ആ സൊല്യൂബിളും മൈന്യൂട്ട് മോളിക്യൂൾസ് ആക്കി മാറ്റണം. ഇനി അമീബയുടെ കേസിൽ എങ്ങനെയാ വെച്ചാൽ, ഇൻ അമീബ the food vacuoles are transported deeper into the cell and with the help of digestive enzymes. So അമീബയിൽ ഫുഡ് വാക്യൂൾസിലാണ് ഈ ഡൈജഷനെല്ലാം നടക്കുന്നത്. Food vacuoles are transported deeper into the cell and with the help of the digestive enzymes. So, food vacuole or digestive enzymes, the large insoluble particles are broken down to simpler molecules. So, food vacuole or digestive enzymes, ഈ large insoluble particles break down ചെയ്യും. അപ്പൊ അമീബ ഫുഡ് എടുക്കുന്ന എങ്ങനെയാന്ന് പഠിച്ച്, ഡൈജഷൻ എങ്ങനെയാന്ന് പഠിച്ച്, ഫുഡ് വാക്യൂളായി മാറും. ഫുഡ് വാക്യൂളിൽ എന്താ ഉള്ളത്, ഡൈജസ്റ്റീവ് എൻസൈംസ്. ഇത് ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അടുത്തതാണ് അബ്സോർപ്ഷൻ. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് അതിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കണ്ടേ, അതാണ് അബ്സോർപ്ഷൻ. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുമില്ല, ഇത് ഡേ ബിഫോർ യെസ്റ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷെ ചെറുതായിട്ട് ഫോണൊന്നും ഓഫായി പോയി. അതുകൊണ്ട് ഈ വീഡിയോ എടുക്കൽ ഞാൻ ചാപ്റ്റർ ഫുൾ പഠിപ്പിച്ചു തീർത്ത്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഈ ഫോണിന്റെ ക്യാമറ അല്ല ഫോണേ ഓഫായി പോയി. എന്ത് ചെയ്യാനാ, അതുകൊണ്ട് ഒരാശയം പഠിപ്പിക്കേണ്ടി വരും. ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അബ്സോർപ്ഷൻ. It is a process in this process of absorption, the nutrients from the digested food materials are absorbed into the cell cytoplasm by leaving behind the undigested particles. So, ഈ ഒരു അബ്സോർപ്ഷന്റെ പ്രോസസ്സിൽ എന്താ വെച്ചാൽ, ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ് അതിന്റെ ആവശ്യമുള്ള ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുകയാണ് സെൽ സൈറ്റോപ്ലാസമിലേക്ക്. ബൈ ലീവിംഗ് ബിഹൈൻഡ്, എന്നിട്ട് ഈ അൺഡൈജസ്റ്റഡ് ആയ പാർട്ടിക്കൽസിന് ഇവരെന്താണ് ലീവ് ബിഹൈൻഡ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡിഫ്യൂഷൻ. ഈ ഒരു പ്രോസസ്സിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. The excess food is stored in the form of glycogen and lipids. ഈ എക്സസ് ഫുഡ് കൂടുതൽ ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടി, അത് കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ എന്താണ് ഇവർ സ്റ്റോർ ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കജൻ ആൻഡ് ലിപ്പിഡ്സ്. അടുത്തതാണ് അസിമിലേഷൻ. സോ ഇൻജക്ഷൻ പഠിച്ച്, ഡൈജഷൻ പഠിച്ച്, അബ്സോർപ്ഷൻ പഠിച്ച്. ഇനി അടുത്തതാണ് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അസിമിലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് എനർജി ഫ്രം ദ അബ്സോർബ്ഡ് ഫുഡ് മോളിക്യൂൾസ്. ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തത്, ഇനി അതിന് വേണ്ട എനർജി എല്ലാം അബ്സോർബ് ചെയ്യുന്നത്, എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്, അസിമിലേഷൻ പ്രോസസ്. ഇൻ അമീബ, absorbed food molecules are utilized for producing the energy required to carry out. അമീബയില് ഈ അബ്സോർബ്ഡ് ഫുഡ് മോളിക്യൂൾസ് ആർ യൂട്ടിലൈസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ്, അബ്സോർബ് ചെയ്ത ഫുഡ് മോളിക്യൂൾസിനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്യാരി ഔട്ട് ചെയ്യുന്നത്, ഡിഫറെന്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു എനർജി കൊണ്ടാണ് റിക്വയർഡ് ടു ക്യാരി ഔട്ട് ഡിഫറെന്റ് ലൈഫ് പ്രോസസ് വിത്തിൻ ദ സെൽസ്. ഇവർക്ക് ആവശ്യമുള്ള ലൈഫ് പ്രോസസ് എല്ലാം ക്യാരി ചെയ്യുന്നത്
ഈ ഒരു എനർജി യൂസ് ചെയ്തിട്ടാണ്. സോ അങ്ങനെ അസിമുലേഷൻ പഠിച്ച, അസിമുലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഈ അബ്സോർബ് ചെയ്ത ഫുഡിൽ നിന്ന് അതിന് ആവശ്യമുള്ള എനർജി അക്വയർ ചെയ്ത് ആവശ്യമുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യണ പ്രോസസ്സിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ ഈ എനർജി എല്ലാം നമ്മുടെ ലൈഫ് പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനർജി ഭയങ്കര ആവശ്യമാണ്. അതുകൊണ്ട് ദ എനർജി റിക്വയർഡ് ടു ക്യാരി ഔട്ട് ഡിഫറെന്റ് ലൈഫ് പ്രോസസ് വിത്തിൻ ദ സെൽ, ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്ന എങ്ങനെ, ഇതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യുന്ന എങ്ങനെ, ബൈ യൂട്ടിലൈസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് അല്ലെങ്കിൽ അബ്സോർബ് ഫുഡ്. ഓക്കെ, അതാണ് അസിമുലേഷൻ പ്രോസസ്സ്. അടുത്തതാണ് ഇജഷൻ. ഇജഷൻ ഇസ് എ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ. ഇതിലൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചില്ല, അൺഡൈജസ്റ്റഡ് ഫുഡ് ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞു. ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഒരാഴ്ച നോക്കുക, ഇഞ്ചക്ഷനിൽ അമീബ എന്താണ് അതിന്റെ സ്യൂഡോപോഡിയ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്യൂഡോപോഡിയം കൊണ്ട് അതിനെ കവർ ചെയ്യാണ്. സ്യൂഡോപോഡിയനെ സ്യൂഡോപോഡിയം കൊണ്ട് ആ ഒരു ഫുഡ് പാർട്ടിക്കിളിനെ കവർ ചെയ്യണം. എന്നിട്ട് ആ ഒരു സ്യൂഡോപോഡിയ എന്തായി മാറുകയാണ്, ഫുഡ് വാക്യൂളായി മാറുകയാണ്. എന്നിട്ട് ആ ഫുഡ് വാക്യൂൾ വെച്ചാൽ എന്താ ഉണ്ടാവണേ, ഇതാണ് ഡൈജഷനിൽ പറയണേ. ഫുഡ് വാക്യൂൾ വെച്ചാണ് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡൈജസ്റ്റീവ് എൻസൈംസ് എന്താണ്, ലാസ്റ്റ് ഫുഡ് മോളിക്യൂൾസിനെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അതെല്ലാമാണ് ഡൈജഷൻ നടക്കണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് എന്ത്, അബ്സോർപ്ഷൻ. ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് അതിനാവശ്യമായ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അടുത്താണ് അസിമുലേഷൻ. ഈ അബ്സോർബ് ചെയ്ത ഫുഡ് മെറ്റീരിയൽസ് നിന്ന് അതിനാവശ്യമുള്ള എനർജി യൂട്ടിലൈസ് ചെയ്യണം. ഈ ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യണ പ്രോസസ്സിന്, ഈ എനർജി അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയണേ, അസിമുലേഷൻ എന്ന് പറയണേ. ഇൻ അമീബ, absorbed food molecules are utilized for producing the energy required to carry out different life processes within the cell. So ഈ കിട്ടിയ എനർജി കൊണ്ടാണ് ഇവർക്ക് ബാക്കിയുള്ള ലൈഫ് പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ. ഇജഷൻ നമ്മൾ പഠിച്ചാർന്ന് എന്ത്, ബാക്കി അൺഡൈജസ്റ്റ് ആയ ഫുഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യണ പ്രോസസ്സാണ് ഇജഷൻ. അപ്പൊ ഈ ഒരു ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് ഏറ്റവും ഈസിയസ്റ്റ് ഡയഗ്രാം ആണ്. ലൈക്ക് ഇതിപ്പോ തന്നെ പഠിക്കുക. ജസ്റ്റ് ഒരു അമീബനെ വരക്കുക, ജസ്റ്റ് ഒരു ഫുഡ് പാർട്ടിക്കിൾ വരക്കുക, അമീബിയൻ സ്യൂഡോപോഡിയ വരക്കുക, ഫുഡ് വാക്യൂൾ ഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അത് അമീബയുടെ ഒരു പാർട്ടായി മാറും. ഭയങ്കര ഈസി. ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് ബൈ അമീബ ഇസ് കോൾഡ് ഫാഗോസൈറ്റോസിസ്. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മ ന്യൂട്രീഷൻ ഇൻ അമീബ കഴിയും. ഇനിയാണ് നമ്മുടെ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഈ ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണം. നമ്മുടെ ബോഡിയെ തന്നെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണം. Okay, nutrition in human beings is a very complex process which involves 5 steps. So നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ന്യൂട്രീഷനിൽ 5 steps ഉണ്ട്. ഏതൊക്കെ? ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമുലേഷൻ, എക്സ്ക്രീഷൻ. സെയിം അമീബയുടെ പ്രോസസ്സിലുള്ള, അമീബയുടെ കേസിലുള്ള സെയിം സാധനം തന്നെ. കാരണം എന്താ, രണ്ടും ഹോളോസോയിക് ആണ്. അതുകൊണ്ട് ഹോളോസോയിക് എന്താ, ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഹോളോസോയിക്. ന്യൂട്രീഷന്റെ ഒരു മോഡാണ് ഹെറ്ററോട്രോഫിക് ആൻഡ് അതിന്റെ ഒരു പാർട്ടാണ് ഇത് ഹോളോസോയിക്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മ ഇപ്പൊ ഒരു ഫുഡ് കഴിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു പെന്നിന്റെ ടോപ്പ്, ഈ പെന്നിപ്പോ നമ്മ കഴിക്കാന്ന് ചോദിച്ചു. ഈ പെന്നിന്റെ ടോപ്പ് നമ്മ വായിലേക്ക് കൊണ്ടുപോയി മൗത്തിൽ വെക്കണം. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റിയിൽ ഫുഡ് റീച്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഫുഡ് ബക്കൽ ക്യാവിറ്റിയിൽ എത്തിക്കാൻ എന്താ നടക്കണേ, നമ്മുടെ മൗത്തിലുള്ള ടീത്ത് ഈ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ഇൻറ്റു സിംപിൾ സബ്സ്റ്റൻസസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൗത്തില് നമ്മുടെ എന്തൊക്കെയുണ്ട്, ടങ്ക് ഉണ്ട്, ടീത്ത് ഉണ്ട്, പിന്നെ വേറെ എന്തോ ഉണ്ടല്ലോ, ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, സലൈവയുടെ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പൊ നമ്മുടെ ടീത്ത് അതിനും ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇനി നമ്മുടെ ടങ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടേസ്റ്റും ചെയ്യും, റോൾസ് അപ്പ് അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സലൈവറി ഗ്ലാൻസ്, നമ്മുടെ മൗത്തിലുള്ള സലൈവറി ഗ്ലാൻസ് എന്ത് ചെയ്യും, സലൈവറി അമിലേസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സലൈവറി അമിലേസ് എന്താ ചെയ്യണം നോക്കാം. ഓക്കെ, ഈ സലൈവറി അമിലേസ് സ്റ്റാർച്ച് പ്രസന്റ്, നമ്മുടെ ഫുഡിലുള്ള സ്റ്റാർച്ചിനെ ഷുഗർ ആക്കി മാറ്റും, ഇന്റർമീഡിയറ്റ് ഷുഗർ ആക്കി മാറ്റും. ഈ ഒരു ഷുഗറിന്റെ പേരാണ് മാൾട്ടോസ്. ഇത് ടെക്സ്റ്റിലൊന്നും ടെക്സ്റ്റിൽ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ കറക്റ്റ് ആണ്, മാൾട്ടോസ് ആണ്. ഓക്കെ, ഇൻജക്ഷൻ.
നമുക്ക് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് സെയിം സാധനം റീഡ് ചെയ്യാം. The process of taking food into our mouth is called ingestion. Once the food reaches our mouth, our teeth breaks down the food into simpler substance. So ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെന്നിയുടെ ടോപ്പ് നമ്മുടെ വായിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടീത്ത് എന്ത് ചെയ്യും, അതിനെ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റും. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് അവർ ടങ് ടേസ്റ്റ് ആൻഡ് റോൾസ് ദ ഫുഡ്. എന്നിട്ട് നമ്മുടെ ടങ് എന്താണ്, ടേസ്റ്റും ചെയ്യും, റോൾസ് ദ ഫുഡ്. ആഫ്റ്റർ ദാറ്റ് ദ സലൈവറി ഗ്ലാൻഡ്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ വായിലുള്ള സലൈവറി ഗ്ലാൻഡ് എന്ത് ചെയ്യും, സലൈവറി അതിന്റെ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമാണ് സലൈവറി അമിലീസ്. ഈ സലൈവറി അമിലീസ് എന്താ ചെയ്യണേ, ഫുഡിലുള്ള സ്റ്റാർച്ചിന് ഇന്റർമീഡിയറ്റ് ഷുഗർ ആക്കി മാറ്റിയാണ്. ഓക്കെ, അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോ ദ ഫുഡ് പൈപ്പ്, ഓക്കെ, ഇനി വായിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതുണ്ട്, ഇനി മൗത്തിൽ എന്തെങ്കിലും ഉണ്ടാ, ഇപ്പൊ ഒരു ടോഫിയോ എന്തെങ്കിലും തിന്നണമെങ്കിൽ മൗത്തിൽ ഇത്ര പ്രോസസ്സല്ലേ ചെയ്യാനുള്ളൂ. അതെ, ഇത് കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പൈപ്പ് വഴി പുഷ് ചെയ്യണം. After all this process, the food pipe pushes food into stomach. This movement is called peristaltic movement. Basically, it is a contraction expansion movement of bowl of food pipe. So, മൗത്തിലുള്ള പ്രോസസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫുഡ് പൈപ്പ് എന്ത് ചെയ്യണം, ഫുഡിനെ ഫുഡ് പൈപ്പിലൂടെ പുഷ് ചെയ്യണം. എന്നിട്ട് ഈ ഫുഡ് എന്താ ചെയ്യണം, ഫുഡ് എവിടെ എത്തും, സ്റ്റൊമക്കിലെത്തും. ഈ ഒരു ഫുഡ് പൈപ്പുകളെ പുഷ് ചെയ്യണ പ്രോസസ്സിനാണ് എന്ത് പറഞ്ഞാൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഫ്രം ഹിയർ ആണ് നമ്മൾ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ്. നമ്മുടെ ഫുഡ് അങ്ങനെ സ്റ്റൊമക്കിലെത്തി. എന്നിട്ട് ആഫ്റ്റർ ദ ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക്, ദ ഗ്ലാൻഡ് ആണ്, ദ ഗ്ലാൻഡ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക്ക് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ്. അപ്പൊ സലൈവെല്ലാം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫുഡ് പൈപ്പ് ത്രോട്ടിൽ മറ്റേ ഫുഡ് പൈപ്പിൽ കൂടെ ഇറങ്ങി ഫുഡ് പൈപ്പിൽ കൂടെ ഇറങ്ങി സ്റ്റൊമക്കിലെത്തി കഴിയുമ്പോ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ആക്ട് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസിൽ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, ഗ്യാസ്ട്രിക് ജ്യൂസ് കണ്ടെയ്ൻസ് HCl. ഈ HCl ആസിഡിഫൈ ചെയ്യും, മീഡിയം ആസിഡിഫൈ ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൽ വല്ല ജേംസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യും. അടുത്താണ് പെപ്സിൻ. പെപ്സിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച ഫുഡിൽ പ്രോട്ടീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യും. അടുത്താണ് മ്യൂക്കസ്. It protects the stomach lining from the harmful effect of the HCl. സോ നമ്മിപ്പോ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്താ ചെയ്യണമെന്ന് പഠിച്ച് ഇത്രേ ഉള്ളൂ. ഫുഡ് പൈപ്പിലൂടെ ഫുഡ് ഇറങ്ങി സ്റ്റൊമക്കിലെത്തി കഴിയുമ്പോ എന്താ നമ്മുടെ ആരെ റിയാക്ട് ചെയ്യണേ, സ്റ്റൊമക്കിലുള്ള ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യും, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്താ ഉള്ളത്, HCl ഉണ്ട്, പെപ്സിൻ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. HCl എന്ന് പറഞ്ഞ ഒരു ആസിഡാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ് എന്തിനുള്ളതെന്ന് വെച്ചാൽ ആസിഡിഫൈസ് ദ മീഡിയം ആസിഡിഫൈ ചെയ്യും. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൽ വല്ല ജേംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ പെപ്സിൻ, കഴിച്ച ഫുഡിലുള്ള പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആരാ, ഈ പെപ്സിനാണ്. അത് കഴിഞ്ഞിട്ട് മ്യൂക്കസ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്റ്റൊമക്കിൽ HCl ഉണ്ട്. ഈ HClന്റെ ഹാർംഫുൾ എഫക്ട്സ് നമ്മുടെ സ്റ്റൊമക്കിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ് ആര്, മ്യൂക്കസ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക് ലൈനിങ് ഫ്രം ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ദ HCl. After all these processes, the food then reaches small intestine. ഈ എല്ലാ പ്രോസസ്സും കഴിയുമ്പോൾ ഫുഡ് എവിടെ എത്തും, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻസ് എന്ത്, ഓക്കെ, അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എത്തി. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടെയ്ൻസ് എന്ത്, ബൈൽ കണ്ടെയ്ൻ ചെയ്യും. ഫസ്റ്റ് തന്നെ ബൈലിന്റെ അകത്ത് എന്താ ഉള്ളത്, ബൈൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്തൊക്കെയാ, ബൈൽ ജ്യൂസ് ഉണ്ട്, ബൈൽ സോൾട്ട് ഉണ്ട്. നമ്മ കഴിച്ച ഫുഡ് HCl ആസിഡിഫൈ ചെയ്തായിരുന്നു. ബൈൽ ജ്യൂസ് എന്ത് ചെയ്യണേ, ആ ഒരു ഫുഡിനെ ആൽക്കലൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൈൽ സോൾട്ട്, ഇറ്റ് ബ്രേക്സ് ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. നമ്മുടെ ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോളർ പാർട്സ് ആക്കി ബ്രേക്ക് ചെയ്യും ബൈൽ സോൾട്ട്. അപ്പൊ ബൈലിന്റെ റോളും കഴിയും. ബൈലിന്റെ റോള് കഴിയുമ്പോഴാണ് ആഫ്റ്റർ ദിസ് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ദ പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്, പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻസ് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. എന്താ നോക്കാം. പാൻക്രിയാറ്റിക് അമിലേസ് എന്താ, ഇറ്റ് ബ്രേക്സ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്റ്റാർച്ച് ഇൻടു ഷുഗർ. സോ നമ്മുടെ സലൈവറി അമിലേസ് എന്ത് ചെയ്തുകൊണ്ടിരുന്നേ, നമ്മുടെ മൗത്ത് വെച്ച് സലൈവറി അമിലേസ് സ്റ്റാർച്ചിന് ഷുഗർ ആക്കി മാറ്റിയായിരുന്നു. അതിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ സ്റ്റാർച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഷുഗർ ആക്കാൻ വേണ്ടിയുള്ളതാണ് എന്ത്, പാൻക്രിയാറ്റിക് അമിലേസ്. ഇറ്റ് ബ്രേക്സ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് സ്റ്റാർച്ച് പ്രസന്റ് ഇൻ ദ ഫുഡ് ടു ഷുഗർ. അടുത്താണ് ട്രിപ്സിൻ. നമ്മൾ പെപ്സിൻ എന്താ ചെയ്തേ, പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്ത്. ട്രിപ്സിൻ ചെയ്യുന്നത് ഈ ഡൈജസ്റ്റ് ചെയ്ത പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഇൻടു അമിനോ ആസിഡ് ആക്കി
ബ്രേക്ക് ഡൗൺ ചെയ്യും. ആര്? ട്രിപ്സിൻ. അടുത്താണ് ലിപ്പേസ്. ലിപ്പേസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നേരത്തെ എന്താ പഠിച്ചേ, ബൈൽ സോൾട്ട് ബിഗ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ സ്മോൾ പാർട്ടാക്കുമെന്ന് പഠിച്ച്. ഈ ലിപ്പേസ് ഇറ്റ് ബ്രേക്സ് ഡൗൺ ഫാറ്റ് ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഈ ഒരു ഫാറ്റിനെ എന്താക്കി മാറ്റിയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. സോ അങ്ങനെ നമ്മുടെ ഡൈജഷന്റെ പ്രോസസ്സും കഴിഞ്ഞു. അപ്പൊ ഡൈജഷൻ ജസ്റ്റ് റീകോൾ ചെയ്ത് നോക്കിയേ. സ്റ്റൊമക്കിലെത്തിയ സ്റ്റൊമക്കിൽ എന്തുണ്ടായി? ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് 3 കാര്യങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. HCl, പെപ്സിൻ, മ്യൂക്കസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. HCl എന്ത് ചെയ്യുന്നു പഠിച്ച്, പെപ്സിൻ എന്ത് ചെയ്യുന്നു പഠിച്ച്, മ്യൂക്കസ് എന്ത് ചെയ്യുന്നു പഠിച്ച്. അത് കഴിഞ്ഞിട്ട് ഫുഡ് എവിടെ എത്തി? സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തി. സ്മോൾ ഇൻഡസ്റ്റൈനിലെത്തിയപ്പോൾ ആരും ആദ്യം ആക്ട് ചെയ്ത്? ബൈൽ എന്തൊക്കെയാണ്? ബൈൽ സോൾട്ടും ബൈൽ ജ്യൂസും. എന്നിട്ട് പാൻക്രിയാറ്റിക്, അത് കഴിഞ്ഞിട്ട് പാൻക്രിയാസിൻ സെക്രേറ്റ് ചെയ്ത പാൻക്രിയാറ്റിക് ജ്യൂസ് സെക്രേറ്റ് ചെയ്ത പാൻക്രിയാറ്റിക് ജ്യൂസ് വന്നു. അങ്ങനെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയുണ്ട്? പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ്. ഇതൊക്കെയാണ് ഡൈജഷന്റെ പ്രോസസ്സിൽ നടക്കുന്നത്. അടുത്താണ് അബ്സോർപ്ഷൻ. നമ്മൾ എന്താ പഠിച്ചത്? അമീബയുടെ കേസിൽ എന്താ അബ്സോർപ്ഷൻ എന്ന് പഠിച്ച്. എന്നാൽ നമുക്കിനി ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ എങ്ങനെയാണെന്ന് പഠിക്കാം. ആഫ്റ്റർ ദ ഫുഡ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി, അങ്ങനെ ഫുഡ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ആയി, എന്നിട്ട് the villi present in the stomach absorbs the food and supply it to blood vessels. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിലുള്ള വിലൈ എന്ന് പറഞ്ഞാൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഈ വിലൈ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫുഡ് എടുത്ത് ആർക്കൊണ്ടേ സപ്ലൈ ചെയ്യും? നമ്മുടെ ബ്ലഡ് വെസൽസിനുണ്ടേ സപ്ലൈ ചെയ്യും. ആൻഡ് ഈ ബ്ലഡ് വെസൽസ് ആണ് എന്ത് ചെയ്യണേ? ബ്ലഡ് വെസൽസ് ഓരോ സെൽസിനും ഇത് ക്യാരി ചെയ്ത് കൊണ്ടു കൊടുക്കും. പറഞ്ഞുതരാം. അപ്പൊ വിലയുടെ പ്രോസസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് ചെയ്ത് ആ ഫുഡ് അബ്സോർബ് ചെയ്തിട്ട് ആർക്കൊണ്ടേ കൊടുക്കും? നമ്മുടെ ബ്ലഡ് വെസൽസിനെ കൊണ്ടേ കൊടുക്കും. അപ്പൊ വാട്ട് ഈസ് വിലൈ? ഇറ്റ്സ് എ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിച്ച് ഇൻക്രീസസ് സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷന് വേണ്ടിയുള്ള സർഫസ് ഏരിയ കൂട്ടണ ഇതാണ് വിലൈ. ഇനി അടുത്ത പ്രോസസ് ആണ്. അപ്പൊ അബ്സോർപ്ഷൻ അത്യാവശ്യം മനസ്സിലായി. ഇനി അസിമിലേഷൻ. ഈ അസിമിലേഷന്റെ കണ്ടിന്യൂഷൻ നോക്കാം. ആഫ്റ്റർ ദ ഫുഡ് സപ്ലൈ ടു ദ ബ്ലഡ് വെസൽസ്, അങ്ങനെ ഫുഡ് ബ്ലഡ് വെസൽസിലേക്ക് സപ്ലൈ ചെയ്ത് the food reaches all the cells and by this energy is released from digested food. This process is known as assimilation. So നമ്മുടെ ബ്ലഡ് വെസൽസ് ഈ ഫുഡ് ക്യാരി ചെയ്ത് എല്ലാ സെൽസിനും കൊണ്ടേ കൊടുത്ത്, ഇനി ഇതിൽ നിന്നുള്ള എനർജി ഈ ഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്ത്, ഈ ഒരു പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയണേ. ഓക്കെ, അടുത്ത പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. അടുത്ത പ്രോസസ് ആണ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ എന്താ? ദ ബയോളജിക്കൽ പ്രോസസ് വെർ ലിവിംഗ് ഓർഗാനിസം റിമൂവ് മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ്. മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ലിവിംഗ് ഓർഗാനിസംസ് റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് എന്ത് പറയണേ? എക്സ്ക്രീഷൻ. The biological process where living organs remove metabolic waste products and other harmful substances from their body. By this process, the waste particles are removed. അങ്ങനെ ഈ ഒരു പ്രോസസ് കൊണ്ട് വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യണം. സോ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 കഴിഞ്ഞു. അപ്പൊ ഇതിലാമ്മ എന്തൊക്കെ പഠിച്ച്? ഇതിലാമ്മ എന്താണ് ന്യൂട്രീഷൻ പഠിച്ച്, എന്തൊക്കെ ടൈപ്പാണ് ന്യൂട്രീഷൻ ഉള്ളതെന്ന് പഠിച്ച്, ഇനി ഓക്കെ അതെല്ലാം പഠിച്ച്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനെ പറ്റി പഠിച്ചു, ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ പഠിച്ചു, അതിന്റെ ഓരോ ടൈപ്സ് പഠിച്ചു, PYQs നോക്കി, പിന്നെ ഫോട്ടോസിന്തസിന്റെ ഇവന്റ്സ് എന്തൊക്കെ നടക്കണേ അതും നോക്കി, ഫോട്ടോസിന്റെ ഇക്വേഷൻ നോക്കി, ഇക്വേഷൻ പഠിക്കുകയും ചെയ്യണം. സോ ഓക്കെ, ഇനി അടുത്ത പിന്നെ നമ്മൾ സ്റ്റൊമാറ്റോ എന്താ ചെയ്യണം, സ്റ്റൊമാറ്റോ റോൾ എന്താ, സ്റ്റൊമാറ്റോയിലെ ഗാർഡ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ, സ്റ്റൊമാറ്റോയുടെ ഡയഗ്രാം നമ്മൾ പഠിച്ചു. ഇത്രക്ക് ഈസി ഡയഗ്രാം ആണ്, ഇത് ഇപ്പൊ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഗാനിസംസ് എങ്ങനെ ന്യൂട്രീഷൻ കിട്ടണേന്ന് പഠിച്ച്. ഫസ്റ്റ് നമ്മൾ പഠിച്ച അമീബയുടെ ആയിരുന്നു. അമീബയുടെ ഫുൾ പഠിച്ച് ഇൻജക്ഷൻ ഡൈജഷൻ ഹോളോസോയിക് ആയതുകൊണ്ട് ഈ എല്ലാ പ്രോസസ്സിലും ഇൻജക്ഷൻ ഡൈജഷൻ അബ്സോർപ്ഷൻ ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മ ഹ്യൂമൻ ബീങ്സിന് ന്യൂട്രീഷൻ പഠിച്ച്. ഈ ഒരു ന്യൂട്രീഷനിൽ എന്തൊക്കെ നടന്നതെന്ന് പഠിച്ച്. ഇൻജക്ഷൻ നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, അസിമിലേഷൻ എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട്. കാരണം എന്താ? ഇതൊരു ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. ആൻഡ് ഇത് ഒരു ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ അല്ല, ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ഇൻജക്ഷനിൽ എന്താ? ഫുഡ് എടുക്കുന്നു, ഫുഡ് വായിലേക്ക് എത്തുന്നു, ടീത്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, സലൈവറി ആംലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സലൈവറി ആംലീസ് എന്ത് ചെയ്യുന്നു? സ്റ്റാർച്ചിനെ ഷുഗർ ആക്കി മാറ്റുന്നു. ഈ ഷുഗർ എന്നിട്ട് ഈ ഒരു ഫുഡിനെ ഫുഡ് പൈപ്പ് വഴി സ്റ്റൊമക്കിലേക്ക് ഇടുന്നു. ഈ ഫുഡ് പൈപ്പിൽ കൂടെ ഫുഡിനെ പുഷ് ചെയ്യണം പ്രോസസ്സിനാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫുഡിൽ എത്തിക്കഴിയുമ്പോൾ
എന്താ ഫസ്റ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് അതിലെന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യണേ എന്ന് പഠിച്ച്. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെത്തി, സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നടക്കുന്നത് പഠിച്ച്, പിന്നെ അബ്സോർപ്ഷൻ പഠിച്ച്, അസിമിലേഷൻ പഠിച്ച്, എക്സ്ക്രീഷൻ പഠിച്ച്. അങ്ങനെ നമ്മുടെ പാർട്ട് 1 ഫിനിഷ്ഡ്. ഇനി അടുത്ത പാർട്ടിലാണ് നമുക്ക് റെസ്പിറേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ,